കോൺഗ്രസ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജന്മദിനാഘോഷം നടത്തിയത്. ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ 140ാമത് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി KK സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ രാജ്യത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോട് രൂപം നൽകിയ പ്രസ്ഥാനം പിന്നീട് വളർന്നു വന്നപ്പോൾ അടയാളത്തിലാണ് പോയത്. ഒരു മുട്ടസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത ഇന്ത്യയെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൈ പിടിച്ചുയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. നമ്മുടെയൊക്കെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന മഹാപദ്ധതിക്ക് രൂപം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. വിദ്യാഭ്യാസം അവകാശമാണെന്ന് പ്രഖ്യാപിച്ച് നടപ്പാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യക്ക് സംഭാവന നൽകിയത്, ഈ രാജ്യത്തിന് നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. മണ്ഡലം പ്രസിഡന്റ് അൻസാർ എ മലബാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് BS വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ തലമുറയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ നമ്മളൊക്കെ തന്നെ ഏറെ ഭാഗ്യവാന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അത്രയ്ക്ക് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രസ്ഥാനം 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുൻപും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവുമുള്ള കാലഘട്ടമാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു രാജ്യവും മറ്റൊരു പ്രസ്ഥാനവും ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പറ്റി നമുക്ക് പഠിക്കേണ്ടി വരും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വരുണാലപ്പാട്, അമ്പാട്ട അശോകൻ, കയ്യാലത്തറ ഹരിദാസ്, B സെവന്തികുമാരി, മുബീന നാസിം, വിജയഭാനു, മണിയപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അത് നോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെ ഈ മുന്നണി ചെയ്യേണ്ട കാര്യമല്ല. അന്ന് അവർ അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്തിട്ടും കോൺഗ്രസ് തലയൂരോട് വീണ്ടും 10 വർഷം ഭരിക്കാൻ സാധിച്ചു. വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി, വിവരാവകാശ നിയമം നടപ്പിലാക്കി, ഏറ്റവും ബൃഹത്തായ പദ്ധതി, അതിൻ്റെ പേരിപ്പം മാറ്റിയെങ്കിലും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അത്തരം നിരവധിയായ പദ്ധതികൾ ലോകത്ത് ഇന്ന് വരെ ആർക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള പദ്ധതിയാണ്. നേരിട്ട് കർഷകൻ ജോലി ചെയ്യുന്നവരുടെ കയ്യിലേക്ക് ബാങ്ക് വഴി പണം എത്തിക്കുന്ന ഒരു പദ്ധതി, ഏറ്റവും മഹനീയമായും ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്ത പദ്ധതിയാണ് നടപ്പിലാക്കിയത്. കോൺഗ്രസിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പം 10 വർഷമായിട്ട് 15ാമത്തെ വർഷത്തിലേക്ക് കയറിയിരിക്കുന്ന നരേന്ദ്രമോദി നമ്മുടെ പരിപാടികളുടെ എല്ലാം പേര് മാറ്റിക്കൊണ്ട് വേറെ പേര് ഇന്ത്യയിൽ പേരിട്ടുകൊണ്ട് അത്തരം പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.